കൊള്ളാം, കുഴപ്പമില്ല പടം. ഭയങ്കര വലിയ സംഭവമല്ല, എന്നാലും പടം കൊള്ളാം. ഒരു ആക്ഷനും അങ്ങനെ ഒരു മാസ് പടമായിട്ടല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു നോർമൽ കഥ പറഞ്ഞു പോകുന്ന സംഭവം. രസമുണ്ട് പടം. എന്നാലും AR റഹ്മാൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. കുറേ നാൾക്ക് ശേഷം കുറച്ച് BGM നല്ലതായിട്ട് തോന്നി. എന്നാലും രാംചരൺ അടിപൊളി തന്നെയാണ്. പിന്നെ ഒരു ഭയങ്കര മാസമായിട്ടൊരു തെലുങ്ക് പടത്തിൻ്റെ പോലത്തെ സംഭവം ഇല്ല. സാധാ രീതി കണ്ടുപോകാൻ പറ്റുന്ന ഒരു പടം. ആക്ച്വലി ഞാൻ ആന്ധ്രയാണ്. നല്ല പടമാണ്, സൂപ്പറായിരുന്നു. അതായത് നമുക്കൊരു ഗോൾ ഉണ്ടാവണമെന്ന് പറഞ്ഞതാണ് അതിനകത്ത് മനസ്സിലാവില്ലേ. നമുക്കൊരു റെക്കഗ്നേഷൻ ഇല്ലാന്നെങ്കിൽ നമുക്കൊന്ന് ജീവിച്ചിട്ട് കാര്യമില്ല, അതാണ് കുറ്റം. പിന്നെ രാംചരൺ എക്സ്ട്രാഡിനറി പെർഫോമൻസാണ്, സൂപ്പറായിരുന്നു. പിന്നെ ബോഡി ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇപ്പം ഗ്രൂപ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കണ്ട നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഓവറാൾ നമുക്ക് ഈ പടത്തിന് മനസ്സിലായത് എന്താണെങ്കിൽ ലൈഫിലോ നമ്മുടെ എന്താദ്യം ഒരു സാധിച്ചാലേ നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിന് ഒരു മീനിങ് ഉണ്ടാവും. അല്ലാതെ നമ്മുടെ ജീവിച്ചിട്ട് കാര്യമില്ല. സോ അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, വാട്ട് എവർ ജോബ് ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവരും പോയിട്ട് കാണണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എടുത്തിട്ടുണ്ട്. ജാൻവി കപൂറിന് വലിയ റോളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ശിവരാജ് കുമാറാണ് കൊള്ളാം. ശിവരാജ് കുമാറിൻ്റെ ക്യാരക്ടർ ഒരു മാസ്റ്ററായിട്ടാണ്. ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡാണ്. സെക്കൻഡ് ഹാഫ് ആക്ഷനുണ്ട്, എല്ലാം ഉണ്ട്. കൊള്ളാം, കണ്ടിരിക്കാം. മോശം പടമൊന്നുമില്ല. ఓకే బ్రో, సినిమా అయితే సావు దొబ్బింది. జాన్వీ కపూర్ మై ఫేవరెట్. అన్న అయితే మామూలుగా లేడు, బుర్ర బాడీ చేస్తాడు. సీన్లు అయితే సైక్ చూడండి, మా ఫ్రెండ్స్ പീക്ക് ലെവൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മാസ് മസാല പടമല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ താമസിച്ചുകൊണ്ടും ഇന്ത്യയിലല്ല എന്നുള്ള രീതിയിൽ ജീവിക്കേണ്ട ആളുകൾക്ക് അങ്ങനെ ഉള്ളൂ, അവർക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന സിനിമയാണ്. പിന്നെ ഇതിൽ സൂരജ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി നടൻ, അദ്ദേഹം ഇവരുടെ ഒരു ബോബി ഇറാനിയോടൊപ്പം ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതാണ് ഈ സിനിമയിൽ എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നിയത്. പിന്നെ AR റഹ്മാൻ മ്യൂസിക് അടിപൊളിയാണ്, ആക്ഷൻ അടിപൊളിയാണ്, സ്റ്റോറിയും നല്ലത് തന്നെയാണ്. നമ്മൾ കണ്ട ഈ പറഞ്ഞ മാസ് മസാല പ്രതീക്ഷിച്ച് പോകരുത്, കണ്ടിട്ട് കാണണം. രാംചരൺ നല്ല പെർഫോമൻസ് ആയിരുന്നു, എല്ലാവരും അടിപൊളി തന്നെയായിരുന്നു. പടം ഇഷ്ടപ്പെട്ട്. പറഞ്ഞ പോലെ മാസ് മസാല പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ മോട്ടിവേഷനിലാണ്. ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷനായിട്ട് ഞാൻ ഈ സിനിമ കാണേണ്ടത്. പറഞ്ഞ് നമ്മളിരുന്ന് ഈ പറഞ്ഞ പോലെ മാസം പ്രതീക്ഷിച്ച് പോകാണ്ട് സ്റ്റോറിയായിട്ട് പ്രതീക്ഷിച്ച് പോയാൽ അടിപൊളിയായി. പക്ക ഒരു പാൻ ഇന്ത്യൻ പടം തന്നെയാണ്, അതെല്ലാവരും കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തേക്കല്ല ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പോലെ 3-4 പേർക്കുള്ളൂ. ബോബി റാണി, മറ്റേ ഈ പറയുന്ന സൂരജ് ബോബ്സ്, അതുപോലെ തന്നെ രാംചരൺ, ഇവർക്കാണ് പ്രധാനം. പിന്നെ സ്റ്റോറി ബേസ്ഡാണ് പടം. AR റഹ്മാൻ മ്യൂസിക് അടിപൊളിയാണ്, കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ മാസ് മസാല പ്രതീക്ഷിക്കരുത്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഓക്കെ, അടിപൊളി നന്നായി, നല്ല അഭിനയവും കാഴ്ചവെക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു വലിയൊരു വളർച്ചയ്ക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്നുള്ളൊരു സംഭവം, നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. മേക്കിംഗ് സൂപ്പർ, വേറെ ലെവൽ. രാംചരൺ. കാരണം രാംചരൺ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ വലിയൊരു കാഴ്ചപ്പാടിലൂടെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ മേക്ക് ഓവറിങ് വേറെ ലെവലാണല്ലോ, ആളുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരിക്കും മനസ്സിൻ്റെ ബലമാണ് ഒരു എന്താ പറയുക രാജ്യത്തിൻ്റെ ശക്തിയായിട്ട് മാറേണ്ടതെന്നുള്ള സംഭവത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത് ഓൾ ഓവർ ഒരു പാൻഡ്യ മൂവി എന്നുള്ള ലെവലിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ക്ലിക്കാവുന്നുള്ളതല്ല, ഈ മെസ്സേജ് നല്ല ഇതാണ്, അത് കേരളത്തിൽ ക്ലിക്കാവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. നല്ല പടമായിരുന്നു. കാരണം ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇത് ഇച്ചിരി മോശം പടമാണ്, അല്ലെങ്കിൽ ഒരു ക്ലീഷ ടെംപ്ലേറ്റ് പടമെന്ന് വിചാരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഇത് മാറും. അതായത് പടം വേറൊരു ജേണറിലേക്ക് മൊത്തത്തിൽ ഷിഫ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിങ് നല്ല രസമുണ്ടായിരുന്നു. ഓൾസോ നമ്മൾ രാംചരൻ്റെ ഒക്കെ ഒരു പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുറച്ച് ക്ലീഷ കണ്ടൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മളെന്താ പറയുക, ന്യായിയൊക്കെ ചെയ്യുന്ന ടൈപ്പ് പടങ്ങളില്ല, ആ ഒരു ജേണറിലേക്ക് മൊത്തത്തിൽ മാറുന്നുണ്ട്. ഇതൊരിക്കലും ചുമ്മാ പറയുന്നത് അല്ല, സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഓൾസോ AR റഹ്മാൻ്റെ മ്യൂസിക് പടം ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കണ്ടു നോക്കുക. എനിക്ക് ആക്ഷൻസ് ഓൾസോ നല്ലതാണ്. ഓൾസോ ഇതിൻ്റെ സ്പോർട്സ് പാർട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ ആ ഒരു സ്പോർട്സ് എലമെൻറ്റ് പടത്തിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു രീതി നല്ല രസമുണ്ടായിരുന്നു.